സനോജ്, ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ, മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾ അത് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒരുപക്ഷെ ബന്ധുക്കളെ മുഖ്യമന്ത്രി കാണുമെന്ന് കരുതിയിരുന്നു, അതുണ്ടായില്ല. മുഖ്യമന്ത്രി മറ്റൊരു പരിപാടിയിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവിടുത്തെ മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് സനോജ്? അസിത, ഇപ്പോൾ ഈ മരണപ്പെട്ട ബിന്ദുവിൻ്റെ മൃതദേഹം മോർച്ചറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുമിത്രാദികൾക്ക് വിട്ടു നൽകും. ബിന്ദുവിൻ്റെ മകൾ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ്. മകൾക്കൊപ്പമാണ് ഈ അമ്മയും ഈ ശുചിമുറിയിലേക്ക് പോയത്. അവിടെ വെച്ചാണ് ഈ ദാരുണമായ സംഭവം. മകൾ വീൽ ചെയറിലായിരുന്നു. അങ്ങനെ ശുചിമുറിയിൽ വെച്ചാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. മകൾക്ക് ചെറിയ പരിക്ക് പറ്റി. മകളെ ഉടൻ തന്നെ ആശുപത്രി ജീവനക്കാർ ആശുപത്രിയിലേക്ക് അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകി. മകൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളില്ല, നിസ്സാര പരിക്കുകൾ മാത്രമാണ്. പിന്നീടാണ് അമ്മയും ഒപ്പമുണ്ടായിരുന്നു, അമ്മയെ കാണാനില്ല എന്ന വിവരം മകൾ നൽകിയത്. അത്തരത്തിലുള്ള ഒരു പരിശോധന, പിന്നെ അമ്മയെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധന നടത്തുന്നു. അപ്പോഴേക്കും ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ 4 പാടും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഇടത്തേക്ക് മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നു. മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ പൊളിച്ചു മാറ്റുന്നു, യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അറുത്തു മാറ്റുന്നു. അതിനുശേഷം ഈ 3 മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരുന്നു. അവിടെ നടത്തിയ ഊർജിതമായ പരിശോധനയിൽ ഈ മനുഷ്യസാധ്യമായി എടുത്തു മാറ്റാൻ കഴിയത്തില്ലാത്ത വലിയ കോൺക്രീറ്റ് സ്ലാബുകളുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ബിന്ദുവിൻ്റെ മൃതദേഹം കിട്ടുന്നത്. 2 കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ തല അമർന്ന നിലയിലായിരുന്നു. അപ്പോൾ തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ബിന്ദു മരണമടഞ്ഞിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിദാരുണമായ ഒരു സംഭവ വികാസമാണ്. മോളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടിരിപ്പിനായി എത്തിയ ഒരു മാതാവ് ഇത്തരത്തിൽ നിലച്ചിരിക്കാതെ എത്തിയ ഒരു അപകടത്തിൽ അതിദാരുണമായി മരണം സംഭവിക്കുന്നു. പിന്നീട് ഈ മൃതദേഹം ബിന്ദുവിൻ്റെ ഭർത്താവാണ് തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് തലയോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ബിന്ദുവാണ് മരണപ്പെട്ടത് എന്ന വിവരം പുറത്തു വന്നത്. എന്തായാലും ഏറെ സങ്കടകരമാണ്. നമ്മൾ ആദ്യം രാവിലെ ഈ വിവരം അറിഞ്ഞെത്തുമ്പോൾ വളരെ ആശ്വാസകരമായ ഒരു വാർത്തയിൽ, അതായത് മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന തരത്തിലുള്ള ഒരു ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കഴിഞ്ഞത്. എന്നാൽ പിന്നീടാണ് സ്ഥിതിഗതികൾ മാറിമറിയുകയും ഒരാൾ ഈ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്നുവെന്നും അവർ മരണപ്പെട്ടുവെന്നും സങ്കടകരമായ വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത്. ബിന്ദുവിൻ്റെ സംസ്കാരം നാളെയാവും നടക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടപരിഹാരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ സർക്കാർ കൂടിയാലോചിച്ച് ഒരു തീരുമാനമെടുക്കും എന്നതാണ് മന്ത്രി വീണ ജോർജും വ്യക്തമാക്കിയിട്ടുള്ളത്. അസിത.